our motto is not the duty that accompanies our right. So as far as a viceman is concerned, a duty is much more important. Unless otherwise you do your duty, you cannot satisfy others. So now next session is duty and responsibilities. So this duty and responsibility is handling our prestigious leader, Viceman PWF Engineer K.M. Skariachan, our past ICM. Skariachan sir, you are most welcome, sir. Thank you, Ranjit. Okay. Our beloved Regional Director, Viceman C.T. Rappai, RST LTD, and the coordinator of this beautiful training session, my good friend Viceman Ranjit. And also I would like to mention my good friend Advocate Pramod, past Regional Secretary of Southwest India region, who has been very patiently organizing this program in Zoom meeting. At the outset, let me congratulate our Honorable Viceman C.T. Rappai for conducting this training program in a beautiful manner. Also, I must congratulate our RST for training, past Lieutenant Regional Director Viceman Ranjit Kumar for organizing this training program, our PhD training in a beautiful manner. സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞു വരുമ്പോൾ എനിക്കൊരു കാര്യം ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെയൊക്കെ മനസ്സിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ ഉറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ മനസ്സിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ കൊറോണ എത്ര നാൾ നിൽക്കും, ഈ കൊറോണയെ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും, ഇത് എത്ര നാൾ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ സാമ്പത്തികത്തെ, നമ്മുടെ ഫാമിലിയുടെ ഹെൽത്തിനെ ഏതൊക്കെ വിധത്തിൽ ബാധിക്കും. വി ആർ വെരി മച്ച് കൺസേൺഡ് അബൌട്ട് ഓൾ ദാറ്റ്. അതുപോലെ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ PSTs, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ഇവരുടെയൊക്കെ മനസ്സിൽ കുറച്ച് ദിവസമായി, അതായത് കഴിഞ്ഞ ജൂലൈ 1 മുതൽ ഇവരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ തേങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ വർഷം നമുക്ക് എങ്ങനെ ക്ലബുകളുടെ ആക്ടിവിറ്റീസ് കൃത്യമായി ഭംഗിയായി നടത്താൻ കഴിയും, ക്ലബ് മീറ്റിങ്ങുകൾ നമുക്ക് എങ്ങനെ നടത്താൻ കഴിയും, ഇതാണ് ഇവരെല്ലാം ഇപ്പോൾ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദിയിൽ ഒരാൾ പറയുന്നത് കേട്ടു, അച്ഛാദിൻ കവി ആയക, അച്ഛാദിൻ കവി ആയക, നല്ല ദിവസം എപ്പോഴാണ് വരിക, ഈ കൊറോണയൊക്കെ മാറിയിട്ട് നല്ല ദിവസം എപ്പോഴാണ് വരിക എന്ന് അദ്ദേഹം ചോദിച്ചു. എനിക്കും അതാ പറയാനുള്ളത്. നമ്മൾ അങ്ങനെ നല്ല ദിവസം വരുമെന്ന് കാത്തിരുന്നാൽ നമുക്ക് ഈ വർഷം ക്ലബ് ആക്ടിവിറ്റീസ് നടത്താൻ കഴിയില്ല. നമ്മുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ നിലയിൽ നമ്മുടെ ഒരു വർഷം അങ്ങനെ കടന്നുപോകും. അപ്പൊ അച്ഛാദിന് വരണമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യമൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ചിലപ്പോൾ ഒരു വർഷം നമ്മുടെ ഒരു വയസ്സ് തന്നെ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ ഈ കൊറോണയുടെ വിഷയങ്ങളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ പ്രസിഡന്റ്, സെക്രട്ടറി സ്ഥാനമൊക്കെ കടന്നു പോകാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഈ മീറ്റിങ്ങുകളും ഫാമിലി മീറ്റിങ്ങുകളും നമ്മുടെ പ്രോഗ്രാമൊക്കെ ഇതുപോലുള്ള സൂം പ്ലാറ്റ്ഫോമിൽ കൂടെയൊക്കെ നടത്തി നമ്മുടെ ക്ലബ്ബ് പ്രോഗ്രാംസ് ലൈവ് ആക്കാം, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമുക്ക് ലൈവ് ആക്കാൻ കഴിയും. അപ്പൊ അവിടെ ഈ ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പൊ നമ്മൾ റീജിയൻ നടത്തുന്നുണ്ട്. നമുക്ക് ക്ലബ്ബ് ലെവലിലും ട്രെയിനിങ് പ്രോഗ്രാം വേണം. ക്ലബിലുള്ള ഇതിപ്പോ നമ്മുടെ PSTസിന് മാത്രമാണ് ട്രെയിനിങ്. നമ്മുടെ ക്ലബിലുള്ള മെമ്പേഴ്സിന്, വൈസ് മാനേഴ്സിന്, ലിങ്ക്സിന് ഒക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തെ പറ്റി പറയുമ്പോൾ അതിന്റെ ടോട്ടൽ ബഡ്ജറ്റിന്റെ 5% ഈസ് സ്പെൻഡ് ഫോർ ദ ട്രെയിനിങ്. അതാണ് നമ്മുടെ റീജിയനും അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ ആ ബിസിനസ് സ്ഥാപനത്തിന്റെ 10% ഈസ് സ്പെൻഡ് ഫോർ ദി ചാരിറ്റി പ്രോഗ്രാംസ്. അവിടെ ആ ബിസിനസ് കിട്ടുന്ന ലാഭത്തിന്റെ 10% ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ നമ്മുടെ വൈസ്മൻ പ്രസ്ഥാനത്തിനും 10% ഓഫ് നമുക്ക് കിട്ടുന്ന നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റിന്റെ 10% നമുക്ക് ചാരിറ്റിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ക്ലബ് ആക്ടിവിറ്റീസ് ആളുകൾ, നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ നമ്മളെ വിലമതിക്കുകയുള്ളൂ. അപ്പൊ അതിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ആദ്യമായി നിങ്ങളെ ഈ PhD ട്രെയിനിങ്ങിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ആദ്യമായി ഓർപ്പിക്കാനുള്ളത് എന്താണ്, നമ്മുടെ പർപ്പസ് എന്താണ്. അത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ വൈസ്മൻ പ്രസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇതിലെ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ്. PSTs എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർമാര്. അടുത്ത ഒരു വർഷം ഈ ക്ലബിന്റെ ഭാഗധേയം നിർണ്ണയിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് നിങ്ങൾ ഈ PSTs. അപ്പൊ നിങ്ങൾ എന്താണ്, നിങ്ങൾ വൈസ്മന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ദ പർപ്പസ് എന്താണെന്ന് ആദ്യമായി മനസ്സിലാക്കണം. The purpose of Viceman internationally is to have a
worldwide fellowship of persons of all faith, working together in mutual respect and harmony, based on the ethical teachings of Jesus Christ, with a common loyalty to YMCA, striving through active service to encourage, develop, and provide better leadership to build a better world for all mankind to live in peace and harmony. അവിടെയാണ് ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ടു ബിൽഡ് എ ബെറ്റർ വേൾഡ് ഫോർ, അതായത് ടു എൻകറേജ്, ഡെവലപ്പ് ആൻഡ് പ്രൊവൈഡ് ബെറ്റർ ലീഡർഷിപ്പ്. നമ്മുടെ വൈസ് പ്രസ്ഥാനത്തിന്റെ പർപ്പസിൽ ഏറ്റവും പ്രധാനമായി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ടു എൻകറേജ്, ഡെവലപ്പ് ആൻഡ് പ്രൊവൈഡ് ബെറ്റർ ലീഡർഷിപ്പ്. നല്ല ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് നമ്മുടെ വൈസ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രഥമമായ ഉദാഹരണം, അതിന്റെ ഉദ്ദേശം. അങ്ങനെ ബെറ്റർ ലീഡേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ ക്ലബ്ബുകളും, ആ ക്ലബ്ബുകൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ സമൂഹവും നല്ല രീതിയിൽ, നമ്മുടെ ചുറ്റുപാടും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പർപ്പസ് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഇവിടെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് പങ്കെടുക്കുന്ന ഓരോ പ്രസിഡന്റ് സെക്രട്ടറിമാരും ഇത് നമ്മുടെ ലീഡർഷിപ്പ് നന്നാക്കണമെന്നും അത് മുഖേന നമ്മുടെ പ്രസ്ഥാനം നന്നാക്കി കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നമുക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന, ഇത്ര ക്ഷമയോടെ രാവിലെ തന്നെ 9:30 ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർമാരെയും ഞാൻ ഈ അവസരത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കുക ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രമോദ്, can you please share the So you have to share. Yeah, I'll share. Pramod, can you see the screen? Yes. Hello? Yes, sir. Continue. Okay, thank you. Now, coming to the duties and responsibilities of club officers. ഇത് നമ്മൾ ഓരോ ക്ലബ് ഓഫീസേഴ്സും വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ക്ലബ്ബ് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലബിന്റെ ഓഫീസേഴ്സ് അവര് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിനാണ് നമ്മുടെ വൈസം പ്രസ്ഥാനം എല്ലാ വർഷവും വലിയ പൈസ മുടക്കിക്കൊണ്ട് ഒരുപാട് സ്ട്രെയിൻ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായി ഇങ്ങനെ എനിക്ക് പറയാനുള്ളത്, ഒരു ക്ലബ് പ്രസിഡന്റായി അല്ലെ സെക്രട്ടറി ആയി അല്ലെ ട്രഷററായിട്ട് ഈ സ്ഥാനം ഏറ്റെടുത്ത ഓരോ ആൾക്കാരെയും ഞാൻ വളരെയധികം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, പലപ്പോഴും പല പ്രസിഡന്റുമാരും അല്ലെ സെക്രട്ടറിമാരും സ്ഥാനം ഏറ്റെടുക്കുന്നത് 100% വില്ലിങ്നെസ്സോടുകൂടിയല്ല. പക്ഷെ നമ്മുടെ മൂവ്മെന്റ് പറയുന്നുണ്ട്, അതായത് in our movement since the beginning it has been the unwritten rule that the office should seek the candidate, not the candidate the office. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇപ്പോൾ നിങ്ങളുടെ മറ്റുള്ളവരുടെ നിർബന്ധത്തോടുകൂടിയാണ് നിങ്ങൾ പ്രസിഡന്റ് ആയതെങ്കിൽ പോലും അല്ലെങ്കിൽ സെക്രട്ടറി ആയെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അഭിമാനിക്കാം. കാരണം നമ്മുടെ പ്രസ്ഥാനം പറയുന്നത് ഓഫീസ് ഷുഡ് സീക്ക് ദ കാൻഡിഡേറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ പ്രോബബ്ലി യു വിൽ നോട്ട് ബിക്കം ദ പ്രസിഡന്റ്, സെക്രട്ടറി ഓർ ട്രഷറർ. നിങ്ങൾ ഇനി ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലബിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആയിരിക്കണം നിർബന്ധമില്ല. So make sure your tenure in the office is a memorable one. This year should be written in golden letters in the history of your club. നിങ്ങളുടെ ക്ലബിന്റെ ചരിത്രത്തില് ഈ ഒരു വർഷം സ്വർണ്ണ ലിപികളിൽ എഴുതിപ്പെടാൻ കഴിയണം. അതാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുപോലെ the people in and around your locality should say that there is a wise men's club which does lot of yeoman service to the society. നമ്മുടെ സമൂഹത്തില് അവശ്യം അനുഭവിക്കുന്നവർക്ക്, നിരാലംബരായ ആളുകൾക്ക് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ക്ലബ്ബാണ്
വൈസ്മെൻസ് ക്ലബ് എന്ന് നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ സൊസൈറ്റിയിലുള്ള ആളുകൾ പറയപ്പെടാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്ലബിന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയുള്ളൂ. If you really want to achieve your goals, if you really work hard, definitely you will be successful. അപ്പം അത് പറഞ്ഞു വരുമ്പോൾ ഞാൻ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ പറ്റി ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് വായിച്ച ആളുകൾ, കുറെ അധികം ആളുകൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ടാവും. അത് വളരെ പ്രസക്തമാണ് ആ പുസ്തകം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അവസരത്തിൽ അത് പ്രതിപാദിക്കുന്നത്. പൗളോ കൊയ്ലോ എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ എഴുത്തുകാരൻ, ഓതർ എഴുതിയ ഒരു പുസ്തകമാണ് ആൽക്കമിസ്റ്റ്. ഈ പുസ്തകം ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ്. ഈ പുസ്തകത്തെ പറ്റി ലീഡിംഗ് ന്യൂസ് പേപ്പറായ ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞെന്നറിയോ? Once in few decades, some books are written which changes the lives of the readers forever. Paulo Coelho's Alchemist is such a book. അപ്പം ഇത് അത്രയധികം ആളുകൾ വായിച്ച, അതായത് വൺസ് ഒരിക്കലെങ്കിലും വായിച്ച ഈ പുസ്തകം വായിച്ച ആളുകളുടെ ജീവിതം അത് വായിക്കുന്നതിന് മുമ്പേ കഴിഞ്ഞും വളരെ വ്യത്യസ്തമായിരിക്കുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് എന്ന പേപ്പർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വായിക്കുന്ന ഓരോ വ്യക്തിയുടെയും ലൈഫ് അതിനുശേഷം മാറ്റമുണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പുസ്തകത്തില് പൗളോ കൊയ്ലോ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. If a person really want to achieve something, the whole universe conspires to help him to achieve his goal. So my dear friends, if you really want to achieve something, if you really want to become the best, the whole universe will help you to achieve a goal. Today, my responsibility is to give you some tips and guidelines on the duties and responsibilities of the club presidents. അപ്പം പൗളോ കൊയ്ലോ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ശരിക്കും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും സജീവമാക്കുവാൻ വേണ്ടി, ലൈവ് ആക്കുവാൻ വേണ്ടി ഈ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം തന്നെ നിങ്ങളെ സഹായിക്കുമെന്നാണ് പൗളോ കൊയ്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈവൺ ഈ കൊറോണയുടെ ഈ വൈറസിന്റെ ത്രെറ്റ് വളരെ വലിയ രീതിയിൽ നിൽക്കുന്ന സമയത്ത് പോലും നിങ്ങൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വർഷം ഒരു ഗോൾഡൻ ലീവുകൾ എഴുതപ്പെട്ട ഒരു വർഷമാക്കി കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ആ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ഭാരവാഹി അറിഞ്ഞിരിക്കുന്ന വളരെ പ്രധാനമായ ചില കാര്യങ്ങളാണ്: ബി ക്ലിയർ അബൌട്ട് വൈസ്ഡം മൂവ്മെന്റ് ആൻഡ് യുവർ റെസ്പോൺസിബിലിറ്റീസ്. അത് വളരെ പ്രധാനമാണ്. വൈസ്ഡം പ്രസ്ഥാനത്തെ പറ്റി നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് നോളജ് ഈസ് പവർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തെ പറ്റി ശരിക്കും അറിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയാം? അതുകൊണ്ട് വൈസ്ഡം പ്രസ്ഥാനത്തെ പറ്റി നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ബി കൺവേഴ്സന്റ് അബൌട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രോട്ടോകോൾ ആൻഡ് അതർ ഫോർമാലിറ്റീസ് ഫോർ മീറ്റിംഗ്. നമ്മള് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന്, നമ്മുടെ വൈസ്മെൻ ഇന്റർനാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇന്ത്യ ഏരിയയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, നമ്മുടെ റീജിയന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ക്ലബുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ പ്രോട്ടോകോൾ ആൻഡ് അതർ ഫോർമാലിറ്റീസ് ഓഫ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന പ്രോട്ടോകോൾ എങ്ങനെയാണ്, അതുപോലെ അതിന്റെ അതർ ഫോർമാലിറ്റീസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ബി ക്ലിയർ ഓഫ് വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഫ്രം യു. ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ, സെക്രട്ടറി എന്ന നിലയിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് യു ഷുഡ് ബി ക്ലിയർ അബൌട്ട് ദാറ്റ്. നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ബി ക്ലിയർ ഓഫ് വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഫ്രം യു. നിങ്ങളിൽ നിന്ന് ആളുകൾ, നിങ്ങളുടെ ക്ലബ് മെമ്പേഴ്സ്, നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണർ, നിങ്ങളുടെ റീജിയണൽ ഡയറക്ടർ, നിങ്ങളുടെ റീജിയണൽ ഡയറക്ടർ ഒക്കെ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ ഡിസ്ട്രിക്ട് ഗവർണറെയും അതുപോലെ റീജിയണൽ ഡയറക്ടറെയും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ബി ക്ലിയർ ഓഫ് വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഫ്രം യു. സെറ്റ് ഗോൾസ് മെയിൻലി ബേസ്ഡ് ഓൺ അവാർഡ് ക്രൈറ്റീരിയ. അവാർഡ് ക്രൈറ്റീരിയ ബേസ് ചെയ്തിരിക്കുന്നതായിട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം. അവാർഡ് ക്രൈറ്റീരിയ അതാണെന്ന് മനസ്സിലാക്കണം. ആദ്യം നമ്മൾ അവാർഡ് ക്രൈറ്റീരിയ വായിക്കണം. വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നമ്മുടെ ഗോൾസ്, അതിന് അക്കോർഡിംഗിന് ഗോൾസ് സെറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് നമുക്ക് ഡിസ്ട്രിക്ട് പ്രോഗ്രാംസ് ഉണ്ട്, റീജിയണൽ പ്രോഗ്രാംസ് ഉണ്ട്. അതിനൊക്കെ നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഡിസ്ട്രിക്റ്റിന്റെയും റീജിയന്റെയും ഗോൾസ് മനസ്സിലാക്കിയിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രോഗ്രാംസ് നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് പോയിന്റ്സും അവാർഡ് കിട്ടുകയുള്ളൂ. അതുപോലെ ബി ഡെമോക്രാറ്റിക് ആസ് ഫാർ ആസ് പോസിബിൾ. നമ്മള് ഡെമോക്രാറ്റിക് ആയിരിക്കണം. നമ്മുടെ പ്രവർത്തികളിൽ
നമ്മുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഡെമോക്രാറ്റിക് ആയിരിക്കണം. Make every member proud of himself as a viceman, viceman and viceling. നമ്മുടെ ക്ലബിലുള്ള ഓരോ മെമ്പർക്കും they should feel themselves proud to be a member of our club as a viceman and a viceling. നമുക്കറിയാം ചില നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചില കമ്പനികൾ അല്ലെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ അവരുടെ മക്കൾ ആ ബിസിനസ് സ്ഥാപനത്തിലേക്ക് കടന്നു വരാൻ മടിക്കുകയാണ്. അവർക്ക് ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമില്ല. അവര് മാറി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ അതിന് ഇൻട്രോസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വൈ, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾ ഈ അവരുടെ മക്കൾ ബിസിനസ് സ്ഥാപനത്തിലേക്ക് കടന്നു വരാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർക്ക് അതിന് താല്പര്യം ഉണ്ടാകാതിരിക്കാൻ കാരണം എന്താണെന്ന് മനസ്സിലാവും. അവരുടെ പേരൻസ് അല്ലെങ്കിൽ അവരുടെ ഫാദർ ആ ബിസിനസ്സിനെ പറ്റി നെഗറ്റീവായിട്ടാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഹാർഷിപ്പിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മുഖേന ഉണ്ടാകുന്ന വിഷമങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന പേരൻസ് ഈ പറയുന്ന പേരൻസ് ഇത് അവരോട് അതിന്റെ പോസിറ്റീവ് സൈഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവരുടെ മക്കൾക്ക് ഈ ബിസിനസ് ഏറ്റെടുത്ത് നടത്താനുള്ള താല്പര്യം ഉണ്ടാവും. നമ്മുടെ വൈസ്മാൻ പ്രസ്ഥാനത്തിൽ ഇതുപോലെ ചില കാര്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മേക്ക് എവരി മെമ്പർ പ്രൗഡ് ഓഫ് ഹിംസെൽഫ് ആസ് എ വൈസ്മാൻ, മെനിറ്റ് ആൻഡ് വൈസ്ലിംഗ്. അപ്പൊ നമ്മളിപ്പോ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. സാധാരണ ഡിസംബർ മാസത്തിൽ നമ്മള് ഈ ക്ലബ്ബ് പ്രസിഡന്റ് ഭാരവാഹികളെ തിരഞ്ഞെടുത്തിട്ട് ജനുവരി 1st റിപ്പോർട്ടിൽ നമ്മൾ അവരെ റിപ്പോർട്ട് ചെയ്യണം. റീജിയനിലേക്കും ഡിസ്ട്രിക്റ്റിലേക്കും ഒക്കെ നമ്മൾ അവരുടെ പേരുകൾ റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പലപ്പോഴും നമുക്ക് ഈ ഡിസംബറും കഴിഞ്ഞു, ജനുവരിയും കഴിഞ്ഞു, ഫെബ്രുവരിയും കഴിഞ്ഞാലും നമുക്ക് ഭാരവാഹികളെ കിട്ടാത്തൊരു സ്ഥിതി വരുന്നു. ഇതിന്റെ കാരണമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ക്ലബിലുള്ള ഓരോ ഭാരവാഹികളുടെയും കടമ എന്ന് പറയുന്നത് ആ ക്ലബിലുള്ള ഓരോ മെമ്പേഴ്സിനും ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാരവാഹിത്വം ഏറ്റെടുക്കാവുന്ന രീതിയിൽ ഈ ഭാരവാഹിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതിന്റെ ബെനിഫിറ്റ്സിനെ പറ്റി, അതിനുണ്ടാകുന്ന എൻജോയ്മെന്റ്, അതിനുണ്ടാകുന്ന പേഴ്സണൽ ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ അവർ കേൾക്കുക. നമ്മൾ ക്ലബ്ബ് മീറ്റിങ്ങുകളിലും നമ്മുടെ ഡയറക്ടർ ബോർഡിലൊക്കെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ ഒരു പ്രസിഡന്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാവരെയും പരിചയപ്പെടാൻ കഴിഞ്ഞത്. ഈ റീജിയനിലുള്ള എല്ലാവരെയും, അതായത് മെമ്പേഴ്സിനെയും ലീഡേഴ്സിനെയും ഒക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് പറയുമ്പോഴാണ് കൂടുതൽ ആളുകൾ ലീഡർഷിപ്പിലേക്ക് കടന്നു വരാൻ വേണ്ടി താല്പര്യം കാണിക്കുക. അതുകൊണ്ട് we should make every member proud of himself as a viceman, menet or viceling. Grow as a family club. Our slogan is onward with family. ഫാമിലി ഏതൊക്കെ ക്ലബുകളിൽ ഫാമിലി മീറ്റിങ്ങുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ, ഏതൊക്കെ ക്ലബുകളിൽ ഫാമിലിയും അതുപോലെ വൈസ്ലിങ്സും വൈസ് മെനറ്റ്സും ഒക്കെ ആയിട്ട് ഈ നല്ല മീറ്റിങ്ങുകൾ കൃത്യമായിട്ട് നടത്തുകയും ഫാമിലികൾക്ക് അവർക്ക് വൈസ് മെനറ്റ്സിനും ഡിങ്സിനും പ്രോഗ്രാംസ് നടത്താനുള്ള വലിയ ബോറിംഗ് ആയിട്ടുള്ള മീറ്റിങ്ങുകൾ ഒഴിവാക്കിക്കൊണ്ട് ഷോർട്ട് ആയിട്ടുള്ള മീറ്റിങ്ങും കൂടുതൽ സമയം നല്ല കൾച്ചറൽ പ്രോഗ്രാംസ് നടത്താനുള്ള അത് കൊടുക്കുക. അതുപോലെ ക്ലബ്ബ് മീറ്റിംഗ്സ് നടത്തുക വിത്ത് ഫാമിലി ആയിട്ട്, കുട്ടികളായിട്ട് നമ്മൾ ക്ലബ് മീറ്റിംഗ്സ് നടത്തി കഴിയുക. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ നമ്മൾ ഈ പറയുന്നത് പ്രസക്തമാവുക, ഗ്രോ ആസ് എ ഫാമിലി ക്ലബ്. അപ്പൊ എവിടെയൊക്കെ ഞാനിപ്പോൾ ഈ നമ്മുടെ റീജിയനിൽ, ഞാൻ റീജിയണൽ ഡയറക്ടർ ആയ സമയത്തൊക്കെ ഈ റീജിയന്റെ ഈ അറ്റം മുതൽ അങ്ങേയറ്റം വരെ ഓരോ ക്ലബുകളിലും പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോയപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, വളരെ പ്രസക്തമായ ഒരു കാര്യം, എവിടെയൊക്കെ നല്ല ഫാമിലി മീറ്റിംഗ്സ് ഉണ്ടോ, എവിടെയൊക്കെ ഫാമിലീസിന്റെയും വൈസ് മെനറ്റ്സിന്റെയും വൈസ്ലിങ്സിന്റെയും നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടോ, അവിടെയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ക്ലബുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗ്രോ ആസ് എ ഫാമിലി ക്ലബ്. Then be secular in outlook and actions. Be secular. That's also very important. നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ അതീതമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വൈസ്മൻ പ്രസ്ഥാനം. അതുകൊണ്ട് നമ്മുടെ ഒരു സെക്യുലർ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. ഇതിന്റെ അകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും കൊണ്ടുവരാൻ പാടില്ല. നമ്മളെല്ലാവരും വൈസ്മൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഒറ്റ പേര് മാത്രം, ഓൺലി വൈസ്മൻ. അതുകൊണ്ട് അത് വളരെയധികം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് നമ്മുടെ വൈസ്മൻ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയൊരു ഇത് പറയുന്നത്, ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ അതീതമായി പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ് നമ്മുടെ വൈസ്മൻ പ്രസ്ഥാനം.
Attend all meetings organized by district, zone, region as mandatory. പ്രസിഡന്റ് സെക്രട്ടറിമാര് തീർച്ചയായിട്ടും ഡിസ്ട്രിക്ട് കൗൺസിലുകളിൽ 100% പാർട്ടിസിപ്പേഷൻ വേണം. ഡിസ്ട്രിക്ട് കൗൺസിലുകളിൽ എന്താണ് നടക്കുന്നത്, അവിടെ ഡിസ്ട്രിക്ട് ഗവർണറും ടീമും അതുപോലെ മറ്റുള്ളവരൊക്കെ വന്നിട്ട് അവിടെ നടത്തുന്ന പ്രോഗ്രാംസ് എന്താണ് എന്ന് അറിയാൻ, അത് കണ്ട് മനസ്സിലാക്കാൻ, എങ്കിൽ അത് കണ്ട് മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പുതിയ ലീഡേഴ്സിന് ഇതിലേക്ക് കടന്നു വരാൻ ആഗ്രഹം ഉണ്ടാവുക. അപ്പൊ ഡിസ്ട്രിക്ട് കൗൺസിലിൽ നിർബന്ധമായിട്ടും PSTs പങ്കെടുത്തിരിക്കണം. അതുപോലെ റീജിയണൽ കൗൺസിലും പറ്റുന്ന സമയങ്ങളിലൊക്കെ റീജിയണൽ കൗൺസിൽ ഇൻവൈറ്റീസ് ആണെങ്കിൽ അവിടെ പോയി റീജിയന്റെ പ്രോഗ്രാംസ് കാണണം. അതുപോലെ ഡു നോട്ട് അലോ ഈഗോ ടു കം ആസ് എ ഹാർഡിൽ. അതായത് നമ്മളുടെ ഈഗോ, അമിതമായ ഈഗോയാണ് പലപ്പോഴും ക്ലബുകളിലും പ്രസ്ഥാനത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അമിതമായ ഈഗോയാണ്. അതുകൊണ്ട് ഈഗോ നമ്മുടെ പ്രസ്ഥാനത്തേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പ്രസിഡന്റിന്റെ റെസ്പോൺസിബിലിറ്റിക്ക് ഞാൻ വരികയാണ്. റിമെമ്പർ, യു ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെമ്പർ ഓഫ് യുവർ ക്ലബ് ആൻഡ് പ്രിസൈഡിംഗ് ഓഫീസർ ഡ്യൂറിംഗ് all club meetings and board meetings. Your action should be positive and effective. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രസിഡന്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും he should be positive. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാക്ക് പോലും പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. കാരണം പോസിറ്റീവായ എന്ത് കാര്യത്തിനും മുന്നോട്ട് പോകാൻ ധൈര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഏത് കാര്യത്തിലും ആ കൂടെ ആളുകളുടെ കൂടെ ഉണ്ടാവും. വീണ്ടും ചോദിക്കാറുണ്ട്, 1,000 lions headed by a jackal. ഒരു കുറുക്കൻ നേതൃത്വം കൊടുക്കുന്ന 1000 പേരുള്ള 1000 സിംഹങ്ങൾ അടങ്ങുന്ന ഒരു പട്ടാളമാണോ, അതോ ഒരു സിംഹം നേതൃത്വം കൊടുക്കുന്ന 1000 കുറുക്കന്മാരടങ്ങുന്ന ഒരു പട്ടാളമാണോ സ്ട്രോങ് എന്ന് ചോദിച്ചാൽ പറയും, പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പറയും ഒരു സിംഹം നേതൃത്വം കൊടുക്കുന്ന 1000 പേരടങ്ങുന്ന 1000 കുറുക്കന്മാരടങ്ങുന്ന അല്ലെങ്കിൽ 1000 ആടുകൾ അടങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് കൂടുതൽ, ഒരു ടീമായിരിക്കും കൂടുതൽ സ്ട്രോങ്. അപ്പൊ അവിടെ പറഞ്ഞു വരുന്നത് പ്രസിഡന്റ് ഷുഡ് ബി എ ലയൺ. ആ പ്രസിഡന്റിന് ഏത് കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് നല്ല തന്റേടവും ധൈര്യവും ഉണ്ടായിരിക്കണം. എങ്കിൽ ആ അദ്ദേഹത്തിന് ധൈര്യവും തന്റേടവും കാണുമ്പോൾ ഏത് പ്രോഗ്രാംസും പ്രോജക്ട്സും നടപ്പിലാക്കാൻ ആളുകൾ നമ്മുടെ വൈസ് മിനിറ്റ്സ് ഒക്കെ നമ്മുടെ ഉണ്ടായിരിക്കും. ടോക്ക് ലെസ് ആൻഡ് വർക്ക് മോർ. നമ്മൾ അധികം സംസാരിക്കാതെ കൂടുതൽ കാര്യങ്ങൾ നടത്തുന്നതിലേക്ക് നമ്മുടെ ഭാരവാഹികൾ പ്രസിഡന്റ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമുക്ക് പ്രവർത്തനങ്ങളാണ് വേണ്ടത്. ഒരുപാട് നമുക്കറിയാം, ചില ക്ലബ്ബുകളിലൊക്കെ ചെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അരമണിക്കൂർ സമയം അദ്ദേഹത്തിന്റെ ഗോൾസ് ഒക്കെ പ്രസംഗിക്കും. പക്ഷെ ആ വർഷം അവസാനിക്കുമ്പോൾ ഒരു ചുക്കും ചെയ്തിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, നത്തിങ്. അതല്ല വേണ്ടത്. ഒരുപാട് സംസാരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. സംസാരിക്കുന്നത് കുറച്ചാണെങ്കിലും നമ്മൾ കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്താൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ ക്ലബ് ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പ്ലാൻ യുവർ വർക്ക് and then work your plan. Use suitable format for planning and monitoring progress. Prepare a calendar of events for the year. Plan your work. നമുക്ക് ഏത് കാര്യത്തിനും നമുക്ക് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. And work your plan. പ്ലാൻ ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ അക്കോർഡിംഗ്ലി ആ പ്ലാൻ പ്രകാരം നമ്മൾ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്കൊരു വർഷം നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയുള്ളൂ. Team building, it is a very important thing. Team building. As the president, you cannot function alone. നിങ്ങൾക്ക് ഒരു പ്രസിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് തനിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. ഒറ്റയാൻ ആളുകളുണ്ട്. ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, ചില ഡിസ്ട്രിക്ട് ഗവർണേഴ്സ്, ഇപ്പോഴല്ല കുറെ നാളുകൾക്ക് മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്, ചില ഡിസ്ട്രിക്ട് ഗവർണേഴ്സ് അവർ വിസിറ്റിന് പോകുമ്പോൾ അയാൾ മാത്രം ഉണ്ടാവും. അയാൾ മാത്രം ഡിസ്ട്രിക്ട് ഗവർണറായിട്ട് വിസിറ്റിന് പോകും. ഒരു ടീം ഉണ്ടാവില്ല. ചിലപ്പോൾ അയാളുടെ മോനെ കൂട്ടും. ഇങ്ങനെയല്ല വേണ്ടത്. നമ്മളൊരു ടീമായിട്ട് പ്രവർത്തിക്കണം. ഒരു പ്രസിഡന്റിന്റെ കൂടെ എപ്പോൾ വിളിച്ചാലും കിട്ടുന്ന ഒരു 3-4 പേര് ഒരു ടീം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ടീമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആസ് എ പ്രസിഡന്റ് യു കനോട്ട് ഫങ്ഷൻ അലോൺ. യു നീഡ് എ ടീം ടു അസിസ്റ്റ് യു ഇൻ അക്കംപ്ലിഷിംഗ് യുവർ ടാസ്ക് ആൻഡ് യുവർ ഡ്രീംസ്. അപ്പൊ ഈ നിങ്ങളുടെ ടീമിനെ ഇടയ്ക്ക് വിളിച്ചു കൂട്ടി നിങ്ങൾ എവിടെയെങ്കിലും ഒരു നല്ല മീറ്റിംഗ് ആയിട്ട് ഇരിക്കുക, അവർക്ക് ഒരു എന്റർടൈൻമെന്റ് കൊടുക്കുക, എന്നിട്ട് അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഐ ആം വെരി മച്ച് ഷുവർ ദേ വിൽ ഗിവ് യു വെരി ഗുഡ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. നല്ല സ്വന്തമായ, നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത നല്ല ഐഡിയാസ് ഒക്കെ നമ്മൾ സാധാരണക്കാരാണെന്ന് വിചാരിക്കുന്ന
പല മെമ്പേഴ്സിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരും. അപ്പൊ ആ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എൻകറേജ് യുവർ ടീം ടു ടേക്ക് എ സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റീസ്. എൻകറേജ് യുവർ ടീം ടു ടേക്ക് എ സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റീസ്. നിങ്ങളുടെ ടീമിന് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് അത് നിങ്ങൾ എൻകറേജ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവര് ആ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് നടത്തിയുള്ളൂ. അപ്പൊ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക, എൻകറേജ്മെന്റ് കൊടുക്കുക, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അങ്ങനെ നമ്മൾ എൻകറേജ്മെന്റ് കൊടുക്കുമ്പോൾ യുവർ ടീം ടു ടേക്ക് എ സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റി. ഇൻവോൾവ് യുവർ ടീം ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഗോൾ സെറ്റിംഗ്. നമ്മുടെ ഈ ഡിസിഷൻ മേക്കിങ്ങിലും ഗോൾ സെറ്റിങ്ങിലും ഒക്കെ നമ്മുടെ ടീമിനെ ഇൻവോൾവ് ചെയ്യുക. അത് നമ്മുടെ ടീമിനെ അതിനകത്ത് നമ്മളെ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. കീപ് ഫ്രീക്വന്റ് കോൺടാക്ട് വിത്ത് ദം ബൈ ടെലിഫോൺ ഓർ ബൈ മീറ്റിംഗ് വൺസ് ഇൻ എ വൈൽ. നമ്മൾ ഡയറക്റ്റ് ബോർഡുകൾ ഇടയ്ക്കിടയ്ക്ക് കൂടണം. ഡയറക്റ്റ് ബോർഡുകൾ കൃത്യമായി കൂടിയിട്ട് അതിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ മാത്രമേ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുള്ളൂ. അതുപോലെ എൻകറേജ് യുവർ ടീം ടു അറ്റൻഡ് ലീഡർഷിപ്പ് പ്രോഗ്രാം. നമ്മുടെ ലീഡേഴ്സിനെ നമ്മുടെ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ നടത്തുവാൻ, കാണുവാൻ, അതിൽ പങ്കെടുക്കുവാൻ നമ്മുടെ ടീമിനെ നിങ്ങൾ എൻകറേജ് ചെയ്യണം. Give praise for good work done. Know the members, their capabilities, tastes and interest. Know the members, their capabilities, their taste and interest. Goal setting. If you want to accomplish or achieve anything during your term of office, you have to set your goals. അപ്പൊ നമുക്കറിയാം, നമ്മള് ആദ്യമായിട്ട് ഒരു പ്രോഗ്രാമില് ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോൾ സെറ്റ് ചെയ്യുക. ഇഫ് യു വാണ്ട് ടു അക്കംപ്ലിഷ് ഓർ അച്ചീവ് എനിത്തിങ് ഡ്യൂറിംഗ് എ ടേം ഓഫ് ഓഫീസ്, യു ഹാവ് ടു സെറ്റ് യുവർ ഗോൾസ്. നമ്മളൊരു ഗോൾ ഇല്ലാതെ കണ്ട് നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? വി ഷുഡ് ഹാവ് എ ഗോൾ. പണ്ട് മഹാനായ ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഡിസ്ഗ്രേസ് ഇഫ് യു ഡോണ്ട് റീച്ച് ദ സ്റ്റാർസ്, but it is a disgrace if you don't have a star to reach for. നിങ്ങൾക്ക് നക്ഷത്രങ്ങളിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു ഡിസ്ഗ്രേസ് അല്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു എയിം ഇല്ലെങ്കിൽ, ഒരു ഗോൾ ഇല്ലെങ്കിൽ, തീർച്ചയായിട്ടും ദാറ്റ്സ് എ ഡിസ്ഗ്രേസ്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് വെൻ യു ഹോപ്പ് ടു ഡു തിങ്സ്, ഹാവ് യുവർ ടീം ആൻഡ് ക്ലബ് മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഗോൾ സെറ്റിംഗ്. People who have been involved in setting the goals will usually promote more fully in attaining them. അതായത് നമ്മുടെ ഗോൾ സെറ്റിംഗിൽ നന്നായിട്ട് പങ്കെടുക്കുന്ന ആളുകൾ, അവർ കുറെ ഗോൾ സെറ്റ് ചെയ്ത് നമ്മളോട് പറയുകയാണ് ഇങ്ങനെയൊക്കെ നടത്തണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കാൻ കൂടി അവർക്ക് താല്പര്യം ഉണ്ടാവും. അല്ല നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അവരോട് പറയാം നിങ്ങൾ ഇങ്ങനെ നടത്തണം അല്ലെ അങ്ങനെ നടത്തണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിനകത്ത് വലിയ ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ലബിലുള്ള ഭാരവാഹികൾ കൂടാതെ എഫിഷ്യന്റ് ആയിട്ട്, നമുക്കറിയാം പല ആളുകളും ചില കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ ക്ലബിലുള്ള ഈ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് we should involve them. Your club program should contain fun and fellowship, good cultural programs, invite eminent speakers. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ക്ലബ് പ്രോഗ്രാംസില് ഫൺ ആൻഡ് ഫെലോഷിപ്പ്. അവിടെ വരുന്നവർക്ക് ക്ലബ് മീറ്റിംഗിൽ ബോറാകാതെ, വരുന്ന വൈസ് മിനിറ്റ്സിനും വൈസ് ലിങ്സിനും ക്ലബ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ പേടി തോന്നിയിട്ട് ഓടിപ്പോകാതെ അവർക്ക് അത് രസകരമാക്കാൻ കഴിയണം. അവരുടെ മീറ്റിംഗുകൾ നാളത്തെ അടുത്ത പ്രാവശ്യത്തെ മീറ്റിംഗ് നമുക്ക് പോകണമെന്ന് നമ്മുടെ വൈസ് ലിങ്സ് ഒക്കെ പറയാൻ കഴിയുന്ന രീതിയിൽ ആ പ്രോഗ്രാംസ് ഒക്കെ ഷുഡ് ബി വിത്ത് ഫൺ ആൻഡ് ഫെലോഷിപ്പ്. നല്ല കൾച്ചറൽ പ്രോഗ്രാംസ് വേണം. അതുപോലെ ക്ലബ് മീറ്റിങ്ങുകളിലൊക്കെ എമിനന്റ് സ്പീക്കേഴ്സ് നമുക്ക് ക്ഷണിക്കാം. നമ്മുടെ സമൂഹത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന, അവരുടെ സക്സസ്ഫുൾ ആയി പ്രവർത്തിച്ചിട്ടുള്ള പല നല്ല ആളുകളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നല്ല നിലയും വിലയുമുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളുകളുണ്ട്. അവരെയൊക്കെ നമുക്ക് വിളിക്കാം. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ചില യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരിക്കുന്ന ആള്, അല്ലെങ്കിൽ വൈസ് ചാൻസലർ റിട്ടയർഡ് ചെയ്ത ആൾക്കാർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ പണ്ട് ഒരു റീജിയണൽ കൗൺസിലിനെ വിളിച്ച്, നമ്മൾ റീജിയണൽ കൺവെൻഷനെ വിളിച്ച് ഒരു വൈസ് ചാൻസലറെ വിളിച്ചു. അദ്ദേഹത്തിന്റെ സ്പീച്ച് കേട്ട് എല്ലാവരും പറഞ്ഞു വളരെ മോട്ടിവേറ്റിംഗ്.
അപ്പൊ അങ്ങനെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള സ്പീക്കേഴ്സിനെ വിളിച്ച് നമുക്ക് ഈ മീറ്റിംഗുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാം. അതുപോലെ സർവേ ദ നീഡ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ദിസ് വിൽ ഗിവ് യു ദ ഇൻഫർമേഷൻ നീഡഡ് ടു പ്രൊവൈഡ് കമ്മ്യൂണിറ്റി സർവീസ്. നമ്മളൊക്കെ പല ക്ലബുകളും കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ബിഫോർ ഡൂയിങ് ദിസ് വി ഷുഡ് സർവേ ദ നീഡ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റിയിൽ എന്ത് സർവീസാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, ഒരു സ്ഥലത്ത് ഇഷ്ടം പോലെ വെള്ളം, അതായത് എവിടെ കിണർ കുഴിച്ചാലും വെള്ളം കിട്ടുന്ന ഒരു പ്രദേശം, അവിടെ പോയി വാട്ടർ സപ്ലൈ എന്ന് പറയുന്ന ഒരു സർവീസ്, ഒരു പ്രോഗ്രാം നമ്മുടെ കമ്മ്യൂണിറ്റി സർവീസ് നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? നോബഡി ഈസ് ഇൻട്രസ്റ്റഡ്. അവർക്ക് ആർക്കും അവിടെ ഒരു വാട്ടർ ലൈൻ, വാട്ടർ സപ്ലൈ ആവശ്യമില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സർവീസ് നടത്തിയിട്ട് കാര്യമില്ല. അതേസമയം വളരെയധികം വേനലൊക്കെ വരുമ്പോൾ വളരെയധികം ഡ്രോട്ട്, അതായത് വളരെ വരൾച്ച അനുഭവിക്കുന്ന ഒരു പ്രദേശം, ചെറിയ കുന്നും മലയൊക്കെ ഉള്ള പ്രദേശമാണ്, അവിടെ വെള്ളം കിട്ടാനില്ല. ആ പ്രദേശത്ത് നമ്മൾ വാട്ടർ സപ്ലൈ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അല്ലെ വെള്ളം എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഇറ്റ് വിൽ ബി അപ്രീഷിയേറ്റ്. അവര് നമ്മളെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് സർവേ ദ നീഡ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയിൽ എന്താണ് നമുക്ക് ആവശ്യം, അവിടുത്തെ ആളുകൾക്ക് എന്താണ് ആവശ്യം. നമ്മുടെ വൈസം പ്രസ്ഥാനം വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഹോം ഫോർ ദ ഹോംലെസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ റീജിയൻ നടത്തുന്ന വലിയൊരു സർവീസ് പ്രോഗ്രാമാണ് സേവ് ലൈഫ് സേവ് കിഡ്നി എന്ന് പറയുന്ന സർവീസ് പ്രോഗ്രാം. നമ്മുടെ റീജിയന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രോഗ്രാംസ്, അത് ചില പ്രദേശങ്ങളിൽ കൂടുതൽ ആളുകൾക്ക് ക്യാൻസർ വരുന്ന ആളുകളുണ്ട്. അവിടെ നമ്മൾ ക്യാൻസർ അവയർനെസ് പ്രോഗ്രാം നടത്തുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ നീഡ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രോഗ്രാംസ് നടത്തിയാൽ തീർച്ചയായിട്ടും it will be appreciated by all the society. Evaluate proposed programs and projects so that you can take steps to prevent failures. അതാണ് ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോഗ്രാംസ്, നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതല്ലാതെ ഒരു പ്രോഗ്രാം തുടങ്ങി കുറെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതവിടെ ഫെയിലിയേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വി ഷുഡ് ഇവാലുവേറ്റ് ദ പ്രപ്പോസ് പ്രോഗ്രാംസ്. അതുപോലെ ട്രെയിനിങ്. Participate in all training programs with full team conducted by the district and region. ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. നമ്മുടെ ക്ലബ് ലെവലിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. നമ്മുടെ ക്ലബ് മെമ്പേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം. നമ്മുടെ വൈസ്മെന്റിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ വെസ്റ്റ് ഇന്ത്യ റീജിയൻ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അവരിൽ ആരെയൊക്കെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഫാക്കൽറ്റിയൊക്കെ വിളിച്ചിട്ട് നമ്മൾ ക്ലബ് മെമ്പേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ അവർ മോട്ടിവേറ്റഡ് ആവും. അതുപോലെ കമ്മ്യൂണിക്കേഷൻ. യുവർ പ്രൈം റെസ്പോൺസിബിലിറ്റി ഈസ് ടു get things done through your team. How well you manage depends on how well you communicate with members, our district and regional officers, and pass on to your members. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് വളരെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഈ സക്സസ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മേക്ക് ക്ലബ് എ റിയൽ ഫാമിലി ക്ലബ്. നോ വൈസ്ലിംഗ്സ് ആൻഡ് വൈസ് മിനിറ്റ്സ് ബൈ ദെയർ നെയിം. ഒരു പ്രസിഡന്റ് ആ ക്ലബിലുള്ള വൈസ് മിനിറ്റ്സിന്റെയും പേര് നിശ്ചയമായിട്ടും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അവരെ പേര് വിളിക്കാൻ അറിയണം. ഓരോ വൈസ്മെനെയും വൈസ് മിനിറ്റിനെയും വൈസ് ലിങ്സിനെയും പേര് വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയണം. അപ്പൊ ഒരു ഫാമിലി ക്ലബ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ അവരുടെ പേര് അറിഞ്ഞിരിക്കണം. കോൾ ദം ബൈ ദെയർ നെയിം. ബി അണ്ടർസ്റ്റാൻഡിങ്, സിമ്പത്തറ്റിക്, കൺസിഡറേറ്റ്, കോംപ്രമൈസിങ് ആൻഡ് ടൈറ്റ്ഫുൾ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ബി അണ്ടർസ്റ്റാൻഡിങ്, സിമ്പത്തറ്റിക്, കൺസിഡറേറ്റ്, കോംപ്രമൈസിങ് ആൻഡ് ടൈറ്റ്ഫുൾ. നമ്മൾ ടൈറ്റ്ഫുൾ ആയിരിക്കണം. ഓരോ ആളുകളെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കണം. ടൈറ്റ്ഫുൾ എന്ന് പറയുമ്പോൾ ഒരു പ്രസിഡന്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ പ്രധാനമായ ഒരു കാര്യം, നമ്മുടെ ക്ലബിൽ വരുമ്പോൾ ഒരു 20 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് പേര് ലീഡർഷിപ്പിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും. അപ്പൊ ആ ലീഡർഷിപ്പിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകളെ നമ്മൾ അവർ കണ്ടെത്തി അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുപ്പിച്ച് ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൽ കൈയെടുത്തുകൊണ്ട് പോകണം. അതുപോലെ ചില ആളുകൾ സർവീസ് മൈൻഡ് ആയിട്ട് ആളുകളായിരിക്കും. അപ്പൊ അവർക്ക് സർവീസ്, അവരുടെ രക്തത്തിൽ തന്നെ സർവീസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്ത് കൊടുക്കാന്നുള്ളത് ആ മെമ്പേഴ്സിന്റെ ഒക്കെ രക്തത്തിലുള്ളതാണ്. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സർവീസ് പ്രോഗ്രാംസിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവരണം. അതുപോലെ ചില ആളുകള് ലീഡർഷിപ്പ് വേണ്ട, ട്രെയിനിങ്, നമ്മുടെ സർവീസ് ഒന്നും വേണ്ട. ദേ ലവ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ്. അവർക്ക് ഇതൊന്നും വേണ്ട, ട്രെയിനിങ്ങും വേണ്ട, അതുപോലെ ലീഡർഷിപ്പും വേണ്ട, സർവീസും വേണ്ട. പക്ഷെ അവർക്ക് ഇവിടെ വന്ന് ക്ലബുകളിൽ വന്ന് ആ ഒരു ഫെലോഷിപ്പും ഫ്രണ്ട്ഷിപ്പും എൻജോയ് ചെയ്യണം. ഓക്കെ, ലെറ്റ് ദം ഡു ഇറ്റ്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് ഓരോ രീതിയിലും ആളുകളെ നമ്മൾ കൈകാര്യം ചെയ്യണം. അതായത് ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ ലീഡർഷിപ്പിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത ആളുകളെ ഒരുപാട് നിർബന്ധിച്ച അവസാനം അവർ ക്ലബ് വിട്ടു പോയി വരും. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് the qualities of each and every individual, each and every member of our club.
അതുപോലെ നമ്മൾ വളരെ കോംപ്രമൈസിങ് ആയിരിക്കണം. പ്രസിഡന്റ് തീരുമാനങ്ങൾ മാത്രം നടപ്പിലാക്കണം എന്ന് നമ്മൾ പ്രസിഡന്റ് ഒരിക്കലും ആഗ്രഹിക്കരുത്. പ്രസിഡന്റ് ഷുഡ് ബി വെരി കോംപ്രമൈസിങ് ആയിട്ടുള്ള ടാക്ട്ഫുൾ ആയിട്ടുള്ള പ്രസിഡന്റുമാരാണ് എപ്പോഴും വളരെ സക്സസ്ഫുൾ ആയിട്ട് കാണുന്നത്. അതുപോലെ പ്രസിഡന്റ് പ്രിവിലേജ് ഞാൻ കുറവായിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ അതുകൊണ്ട് സ്പീഡിൽ പോവാം. He shall preside over all the meetings of the club. He shall supervise the activities of the club and shall manage the affairs of the club under the advice of director board. രഞ്ജിത് കുമാർ, എനിക്ക് എത്ര സമയം ബാക്കിയുണ്ട്? രഞ്ജിത്ത്, ഹലോ. You can take another 5 minutes. 5 minutes. Okay. Okay. He shall supervise the activities of the club and shall manage the affairs of the club under the advice of director board. He shall report to the general body of the club the action taken based on the directives of the constitution. He has powers to convene special or emergency meetings of the club or director board. In the director board meetings, in the event of a tie, he shall have the casting board conduct meeting on time. പ്രസിഡന്റുമാരെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പ്രസിഡന്റ് ഈസ് എ ഫാദർ ഓഫ് അവർ ക്ലബ്. ഒരു ക്ലബിന്റെ പിതാവാണ് ശരിക്കും ക്ലബ് പ്രസിഡന്റ് നമ്മൾ പറയുന്നത്. അതായത് ഒരു ക്ലബിന്റെ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മുടെ പിതാവാണെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യും, ആ ക്ലബിനെ പറ്റി നമുക്ക് ഒത്തിരി കൺസിഡറേഷൻ ഉണ്ടാവും, നമ്മുടെ വീടിനെ പറ്റി കൺസിഡറേഷൻ ഉണ്ട്, നമ്മുടെ മക്കളെ പറ്റി നമ്മൾ വളരെയധികം കൺസേൺഡ് ആയിരിക്കും, അതുപോലെ വളരെ കോംപ്രമൈസിങ് ആയിരിക്കും, എല്ലാവരെയും കൂട്ടിയിണക്കി കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു ക്ലബിനെ സംബന്ധിച്ചോളം ആ ക്ലബിന്റെ പിതാവാണ്. അപ്പൊ ആ രീതിയിൽ ഒരു പിതാവിന്റെ രീതിയിൽ വളരെ ഉയർന്ന നിലവാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ തൊട്ട കാര്യങ്ങൾക്കെല്ലാം മറ്റുള്ളവരോട് വാശി പിടിക്കാതെ ഒരു കോംപ്രമൈസിങ് ആയി ടാക്ട്ഫുൾ ആയിട്ട് നമുക്ക് പ്രസിഡന്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് we can make wonders in our club, we can make wonders in our society. Before starting the meeting, see that everything is in order. Read the relevant portions of the newsletter circular received from DG, RD or AP. Make sure the secretary send the reports in time. അത് വളരെ പ്രധാനമാണ്. നമ്മള് സെക്രട്ടറിമാരാണ് റിപ്പോർട്ട് അയക്കേണ്ടത്. പക്ഷെ നമുക്കറിയാം ചില ക്ലബുകളിലൊക്കെ നമ്മുടെ റീജിയനിൽ പലപ്പോഴും ചില ക്ലബുകൾ ഒരുപാട് നല്ല പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും. They conduct beautiful community programs, club level cultural programs, club tours, everything they conduct in a very excellent manner. നല്ല രീതിയിലുള്ള നല്ല പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് നടന്നിട്ടുണ്ടെങ്കിൽ but they fail to report to the district governor or regional director. നമ്മൾ എന്തൊക്കെ നല്ല പ്രോഗ്രാംസ് നടത്തിയാലും അത് ആ സമയത്ത് തന്നെ, അതായത് ഓരോ മാസത്തിന്റെ 10ാം തീയതിക്കുള്ളിൽ, അതായത് ഫസ്റ്റ് 10ാം തീയതിക്കുള്ളിലായിട്ട് റിപ്പോർട്ട് റീജിയനിലും ഡിസ്ട്രിക്റ്റിലും കിട്ടിയിരിക്കണം. അപ്പോൾ നല്ല പ്രോഗ്രാംസ് നമ്മൾ നടത്തിയോണ്ട് കാര്യമില്ല, അത് നമ്മൾ അതിന്റെ ഫോട്ടോസും അതിന്റെ ഈവന്റ്സും ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഓൺ ടൈമിൽ റിപ്പോർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ റിപ്പോർട്ടിങ്ങിന് എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ട്രിക്ട് ഗവർണറെയോ അല്ല റീജിയണൽ ഡയറക്ടർ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചിട്ട് ആ കാര്യങ്ങൾ സംസാരിക്കാം. അതുപോലെ നമുക്കൊരു വെബ് മാസ്റ്റർ ഉണ്ട്, ഈ റിപ്പോർട്ടിനെ പറ്റി പറയാം. അതൊക്കെ നിങ്ങൾ വേണ്ട വിധത്തിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. അതുപോലെ റീജിയനിൽ നിന്നോ ഡിസ്ട്രിക്റ്റിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും കറസ്പോണ്ടൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോംപ്റ്റ് ആയിട്ട് നിങ്ങൾ തിരിച്ചതിന് മറുപടി കൊടുക്കണം. ദാറ്റ് ഓൾസോ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓർഗനൈസ് ആൻഡ് കണ്ടക്ട് RD and DG വിസിറ്റ് ആസ് എ വെരി ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ. നമ്മുടെ ക്ലബിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട 3 ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്ന് നമ്മുടെ ഇൻസ്റ്റലേഷൻ സെറമണി, അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ റീജിയണൽ ഡയറക്ടേഴ്സിന്റെ RD വിസിറ്റ്. അത് നമ്മൾ അടുത്തുള്ള ക്ലബുകളിൽ നിന്നൊക്കെയുള്ള ഭാരവാഹികളെയും അതുപോലെ ഫ്രണ്ട്സിനെയും ഒക്കെ വിളിച്ചിട്ട്, അതുപോലെ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ സൊസൈറ്റിയിലുള്ള ഉന്നതരായ ആളുകളെയൊക്കെ വിളിച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ RD വിസിറ്റ് കണ്ടക്ട് ചെയ്യണം. അതുപോലെ DG വിസിറ്റ് നല്ല രീതിയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യണം. അത് ഒരു കാരണവശാലും അതിൻ്റെ അത് വീഴ്ച വരാൻ പാടില്ല. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Participate in district, regional and inter-club meetings. Constitute committees at the first meeting of the board and see that the meeting they meet periodically. അതായത് നമ്മൾ കമ്മിറ്റികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ക്ലബ്ബ് ഭാരവാഹിത്വം നിങ്ങളിപ്പോൾ ഭാരവാഹിത്വം ഏറ്റെടുത്തു. ഈ കൊറോണയൊക്കെ കൊണ്ട് ശരിക്കും ആ ഒരു ഫുൾ സ്വിംഗിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇനിയെങ്കിലും നമ്മൾ നല്ല കമ്മിറ്റികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ കമ്മിറ്റികളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം. ആ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ലബ്ബുകളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. ഡിവൈസ് എ സ്യൂട്ടബിൾ ബഡ്ജറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ട്രഷറർ. അത് വളരെ പ്രധാനമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നടത്താൻ വേണ്ടി നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം.
അതൊരു വീടായിക്കോട്ടെ, ഒരു ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അസോസിയേഷൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ബഡ്ജറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ക്ലബ്ബുകൾ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫണ്ട് എത്ര ഉണ്ടാവും, നമ്മൾക്ക് ക്ലബ്ബുകൾ ഡ്യൂസ് ആയിട്ട് മെമ്പേഴ്സിന് എത്ര കിട്ടാം, അതുപോലെ ചാരിറ്റിക്ക് വേണ്ടി നമ്മുടെ ക്ലബ്ബുകൾ മെമ്പേഴ്സിന്റെ അടുത്ത് എത്ര രൂപ നമുക്ക് കളക്ട് ചെയ്യാം. ഈ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് ആ ബഡ്ജറ്റിനുള്ളിൽ നിന്നോട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതല്ലാതെ കൊണ്ട് ബഡ്ജറ്റ് ഒന്നും ഉണ്ടാക്കാതെ അമിതമായി പൈസ ചെലവാക്കി, ഒരുപാട് പൈസ ചെലവായി അവസാനം ലാസ്റ്റ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവസാനം ലാസ്റ്റ് ഇറങ്ങി പോകാൻ നേരത്ത് വലിയ ഭീമമായ ഒരു കടവെല്ലാം ഉണ്ടാക്കിയിട്ട് ആൾക്കാരോട് പറയാം ഇത്ര കടവുണ്ട് അതെല്ലാം തരണമെന്ന് പറയുമ്പോൾ പലപ്പോഴും ക്ലബ്ബുകളിൽ അവസരങ്ങൾ ഉണ്ടാവും. അവസരങ്ങൾ ക്ലബ്ബുകളിൽ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഒരു ബഡ്ജറ്റ് ഇല്ലാതെ കൊണ്ട്, ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ കൊണ്ട് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ പ്രസിഡന്റും സെക്രട്ടറിമാരും അത് ശ്രദ്ധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് ഉണ്ടാക്കിയിരിക്കണം. നിങ്ങളുടെ ബഡ്ജറ്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നിങ്ങൾ അത് സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ നിങ്ങളുടെ ടൈം കഴിയുമ്പോൾ ഭീമമായ കടമുണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ക്ലബിന്റെ മുന്നോട്ടുള്ള സുഗമമായ പ്രവർത്തനത്തെ തീർച്ചയായിട്ടും അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് യു ഹാവ് ടു ബി വെരി കെയർഫുൾ ഓൺ ദാറ്റ്. ഫൈനലി ദ അജണ്ട ഫോർ മീറ്റിംഗ് ഇൻ കൺസിഡറേഷൻ വിത്ത് സെക്രട്ടറി ആൻഡ് അതർ ഓഫീസേഴ്സ്. അതുപോലെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു അജണ്ട എന്തായിരിക്കണം? നമ്മൾ വെറുതെ ഒരു മീറ്റിംഗ് തുടങ്ങില്ല. നമ്മുടെ വൈഷ്ണവ പ്രസ്ഥാനം പോലുള്ള അന്തർദേശീയ പ്രസ്ഥാനത്തിന് നമ്മൾ മീറ്റിംഗ് തുടങ്ങുമ്പോൾ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അജണ്ട ഉണ്ടായിരിക്കണം. ഈ മീറ്റിംഗിൽ എന്തൊക്കെയാണ് അജണ്ട, ആ അജണ്ട വെച്ചിട്ട് നമ്മൾ ഓരോ പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി വെരി സിസ്റ്റമാറ്റിക്. അപ്പൊ അതുകൊണ്ട് അജണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അജണ്ട. അതുപോലെ സ്റ്റാർട്ട് ദ മീറ്റിംഗ് ആൻഡ് ക്ലോസ് ദ മീറ്റിംഗ് ഓൺ ടൈം. ഇവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ക്ലബ്ബുകളിൽ പല വൈസ് മാനേഴ്സിനും ലിങ്ക്സിനും ഒക്കെ പങ്കെടുക്കാൻ താല്പര്യമില്ലാതെ വരുന്നതിന്റെ ഒരു കാരണം നമ്മൾ 7 മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്റിംഗ് തുടങ്ങുന്നത് ചിലപ്പോൾ 8 മണിയായിരിക്കും. അതുപോലെ കഴിയുന്നത് 9 മണി കഴിയുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 11 മണിക്കായിരിക്കും. It should not happen. That should not happen. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ മീറ്റിങ്ങുകൾ 7 o'clock എന്ന് പറഞ്ഞാൽ 7 o'clock ഷാർപ്പ് 7 o'clock we should start. ക്ലോസ് ചെയ്യുന്നത് 9 o'clock എന്ന് പറഞ്ഞാൽ 9 o'clock ക്ലോസ് ചെയ്യണം. അങ്ങനെ നമ്മുടെ മീറ്റിങ്ങുകൾ വളരെ സമയത്ത് സ്റ്റാർട്ട് ചെയ്യും, സമയത്ത് അവസാനിപ്പിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ലബ്ബ് മീറ്റിംഗിലേക്ക് വരാൻ നമ്മുടെ കുടുംബങ്ങൾക്കും ഫാമിലി പിള്ളേർക്കൊക്കെ വരാനുള്ള താല്പര്യം ഉണ്ടാവും. Before starting meeting, ensure that secretary and vice have carried out their duties. That is also very important. Entrust the duty to secretary for announcing details, circulates communication from district, zone, region, etc. to members. Inspire members to take up as projects, make meetings, projects and functions interesting and attractive members and useful to the community. അതാണ് നമ്മുടെ പ്രോജക്ട്സും ഫങ്ഷൻസും ഒക്കെ നമ്മുടെ മെമ്പേഴ്സിന് അട്രാക്റ്റീവ് ആയിരിക്കണം. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് യൂസ്ഫുൾ ആയിരിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വേണം കമ്മ്യൂണിറ്റി നമ്മുടെ പ്രോഗ്രാംസ് നടത്താൻ വേണ്ടി. എൻഷുർ ദാറ്റ് സെക്രട്ടറി സെൻഡ്സ് റിപ്പോർട്ട്സ് റിലേറ്റഡ് ടു ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ്. അതായത് ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സിന് കൃത്യമായിട്ട് നമ്മുടെ റിപ്പോർട്ട് അയക്കുന്ന നമ്മൾ എൻഷുർ ചെയ്യണം. എൻഷുർ പ്രോംപ്റ്റ് പേയ്മെന്റ് ഓഫ് ഓൾ ഡ്യൂസ്. ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഏതൊരു ഓർഗനൈസേഷനും നമ്മൾക്കാണെങ്കിൽ അറിയാം, നമ്മുടെ ഒരു കുടുംബം നടന്നു പോകണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു വരുമാനം വേണം. ആ വരുമാനമില്ലാതെ നമ്മുടെ കുടുംബത്തെ കൊണ്ടുനടക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും വൈസ്മിനെ സംബന്ധിച്ചോളം, നമ്മുടെ ഡിസ്ട്രിക്റ്റിനെ സംബന്ധിച്ചോളം, നമ്മുടെ റീജിയനെ സംബന്ധിച്ചോളം ഒരുപാട് ചെലവുകൾ വരുന്നുണ്ട്. ബുള്ളറ്റിൻ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ RD അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യണം. ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട്. റീജിയണൽ കൗൺസിൽ, ഡിസ്ട്രിക്ട് കൗൺസിൽ കണ്ടക്ട് ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഡ്യൂസ് ആണ് അതിനുള്ള വരുമാന മാർഗം എന്ന് പറയുന്നത്. നമ്മൾ ക്ലബ്ബുകൾ കൊടുക്കുന്ന ഒരു ചെറിയ, നമ്മുടെ ക്ലബ്ബുകൾ കൊടുക്കുന്നത് ഇന്റർനാഷണൽ ഡ്യൂസ് കഴിച്ചാൽ റീജിയണൽ ഡ്യൂസ് ഒക്കെ വളരെ ചെറിയ തുക മാത്രമാണ്. ആ ഒരു ചെറിയ തുക നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു വീഴ്ചയും വരുത്തരുത്. മേക്ക് ഷുവർ അബൌട്ട് ദാറ്റ്. Ensure good participation by clubs in international projects. ഇന്റർനാഷണൽ പ്രോജക്ട്സും പ്രോഗ്രാംസും ASF, BHF, TOF, എൻഡോമെന്റ് ഫണ്ട് ഇതുപോലുള്ള പ്രോഗ്രാംസിലൊക്കെ നമ്മുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു അമാന്തവും നമ്മൾ കാണിക്കരുത്. പ്രൊമോട്ട് ബ്രദർഹുഡ് എമംഗ് മെമ്പേഴ്സ്. നമ്മുടെ മെമ്പേഴ്സ് തമ്മിലുള്ള സാഹോദര്യം ഉറപ്പിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും പ്രസിഡന്റാണ് അതിന് ഏറ്റവും മുൻകൈ എടുക്കേണ്ടത്. അതിൽ യാതൊരുവിധ വീഴ്ചയും ഉണ്ടാകരുത്. അപ്പോൾ പ്രൊമോട്ട് ബ്രദർഹുഡ് എമംഗ് മെമ്പേഴ്സ്. സെൻഡ് ഫിൽഡ് അപ്പ് ബാലൻസ് പേപ്പേഴ്സ് ടു IHK ഓൺ ടൈം. നമ്മൾ ഇലക്ഷനൊക്കെ വരുമ്പോൾ പലപ്പോഴും ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിലല്ല ഇന്റർനാഷണൽ മൊത്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ഷനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ 50%, ചിലപ്പോൾ 70% ആളുകൾ മാത്രമേ ബാലൻസ് അയക്കാറുള്ളൂ. അപ്പൊ വോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇന്റർനാഷണലിലേക്ക് വോട്ട്സ് അയക്കാനുള്ള ഓർക്കണം. കോൺസെൻട്രേറ്റ് ഓൺ എക്സ്റ്റൻഷൻ ആൻഡ് മെമ്പർഷിപ്പ് കൺസർവേഷൻ ആൻഡ് ഇൻക്രീസ്. നമ്മൾ വളരെ പ്രധാനമായ ഒരു കാര്യം, പ്രസിഡന്റുമാരുടെ ഉത്തരവാദിത്തമാണ് എക്സ്റ്റൻഷൻ.
For any Hello, living. sir. Hello, sir. Excuse me. Excuse me. Okay, tell me. Ranjit, പറഞ്ഞോ. Sir, its time is over, sir. Please confine, please. Okay. Okay. I'll come to the point. Okay, I'll take only 2 more minutes. 2 more minutes. Okay. അതുപോലെ Carry നമുക്ക് on. only Carry 2 on. more Carry minutes. on. Okay. So, സെക്രട്ടറി വളരെ നീണ്ടൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് എനിക്ക് സമയം എടുക്കുന്നത്. സെക്രട്ടറി ആണ് ഈ ക്ലബിനെ സെക്രട്ടറിയെ സംബന്ധിച്ചോളം സെക്രട്ടറി ഇസ് നോൺ ആസ് ദ മദർ ഓഫ് ദ ക്ലബ്. ഒരു ക്ലബിന്റെ അമ്മയായിട്ടാണ് സെക്രട്ടറി ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാവരെയും കൂട്ടിയിണക്കി കൊണ്ടുപോകാൻ, പ്രസിഡന്റിനെയും മെമ്പേഴ്സിനെയും ഒക്കെ കൂട്ടിയിണക്കി കൊണ്ടുപോകാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളാണ് സെക്രട്ടറി. അതുപോലെ റിപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടത്തുന്ന ആളാണ് സെക്രട്ടറി. സെക്രട്ടറിയുടെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രസിഡന്റിനെ അതുപോലെ റിപ്പോർട്ട്സ് കൃത്യമായിട്ട് അയക്കാൻ എല്ലാ കാര്യങ്ങളിലും പ്രസിഡന്റിനെ സഹായിക്കാൻ സെക്രട്ടറിയുടെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ കാര്യത്തിൽ സെക്രട്ടറിയുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയും വരാതെ കൊണ്ട് സെക്രട്ടറി അതിന് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ക്ലബ് പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഒറ്റക്കെട്ടായി ഏകോദര സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളാണ് നല്ല സക്സസ്ഫുൾ ആകുന്ന കാര്യം ഒരിക്കലും മറക്കരുത്. അതുപോലെ ട്രഷറർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ട്രഷറുടെ. കൃത്യമായിട്ട് നമ്മൾ ആദ്യം ബഡ്ജറ്റ് ഉണ്ടാകുന്നു, അതുപോലെ ആളുകളിൽ നിന്ന് ഡ്യൂസ് കൃത്യമായി കളക്ട് ചെയ്യുന്നു. ഡ്യൂസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഡ്യൂസ് എന്ന് പറയുന്ന ഒരു ക്ലബിന്റെ ജീവനാടിയാണ്. പൈസ ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. അപ്പൊ കൃത്യമായിട്ട് ആളുകളിൽ നിന്ന് പൈസ കളക്ട് ചെയ്യണം. എന്നിട്ട് അത് പ്രസിഡന്റും സെക്രട്ടറിയായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി ബഡ്ജറ്റ് ഉണ്ടാക്കണം, കൃത്യമായിട്ട് പൈസ ചെലവാക്കണം, കൃത്യമായിട്ട് ലാസ്റ്റ് ആ വർഷം അവസാനം കൃത്യമായിട്ടുള്ള അക്കൗണ്ട്സ് ഉണ്ടാക്കണം. അതുപോലുള്ള കാര്യങ്ങൾക്ക് ട്രഷറുടെ ഉത്തരവാദിത്വം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ കാര്യത്തിൽ യാതൊരുവിധ വീഴ്ച ഉണ്ടായിരിക്കാൻ വേണ്ടി ട്രഷർമാർ ശ്രദ്ധിക്കണം. പിന്നെ ന്യൂസ് എഡിറ്റർ എന്ന് പറയുന്നത് നമ്മൾ ക്ലബ്ബുകളിലൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ നന്നായിട്ട് ആളുകൾ ക്ലബ്ബുകളിൽ ന്യൂസ് ലെറ്റർ ഇറക്കാറുണ്ട്. അപ്പൊ ആ ന്യൂസ് ലെറ്റർ ഇറക്കുമ്പോൾ ആ ക്ലബ്ബുകളിലെ പ്രോഗ്രാംസിനെ പറ്റി തീർച്ചയായിട്ടും ആ ഉള്ള ന്യൂസ് ലെറ്റേഴ്സ് ഇറക്കാൻ വേണ്ടി എഡിറ്റേഴ്സ് സഹായിക്കണം. അടുത്ത ലാസ്റ്റ് കമ്മിങ് ടു ദ ലാസ്റ്റ് പോയിന്റ്, വൈസ് ഗൈ ആണ് ഒരു ക്ലബിനെ ഏറ്റവും ലൈവാക്കി നിർത്താൻ വേണ്ടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റ് വൈസ് ഗൈക്കാണ്. വൈസ് ഗൈയെ സംബന്ധിച്ചോളം ആ ക്ലബ്ബുകളിൽ നടത്തുന്ന മീറ്റിങ്ങുകൾ വളരെ രസകരമാക്കാനും, അതുപോലെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് തമാശ രൂപേണ അതിനെ തമാശയാക്കി മാറ്റാനും ഒക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു വൈസ് ഗൈ ഉണ്ടായിരിക്കണം. ആ വൈസ് ഗൈ എന്ന് പറയുന്നത് ആ ക്ലബിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള ലീഡർ ആയിരിക്കണം. എന്താണ് വൈസ് ഗൈസ് പ്രോഗ്രാം എന്ന് അയാൾക്ക് അറിയാൻ കഴിയണം. എങ്കിൽ മാത്രമേ വൈസ് ഗൈ ശരിക്കും ഫംഗ്ഷൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ നല്ലൊരു വൈസ് ഗൈ ആയിരിക്കുമ്പോൾ നമുക്കറിയാം പല മീറ്റിങ്ങുകളിലും നമുക്കറിയാം നമ്മൾ ഞാൻ പല മീറ്റിങ്ങുകളിലും പോയപ്പോൾ പല ക്ലബ്ബുകളിൽ പോയപ്പോൾ കണ്ട വളരെ ഒരു വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം, മീറ്റിംഗ് തുടങ്ങാനാകുന്ന സമയത്ത് നോക്കുമ്പോൾ പ്രസിഡന്റ് കോളമില്ല. ഉടനെ കോളർ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ലാസ്റ്റ് കോളർ എടുക്കുന്നു, പ്രസിഡന്റിന്റെ ബാഗിൽ നിന്ന് കോളർ പെറുക്കിയെടുക്കുന്നു. അങ്ങനെ കുറെ സമയം പോകുന്നു. അതുപോലെ മീറ്റിങ്ങുകൾ വിളിക്കുന്ന ആളുകളെ പ്രോട്ടോകോൾ പാലിക്കാതെ വിളിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ മീറ്റിങ്ങുകൾക്ക് പ്രോട്ടോകോൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് പ്രോട്ടോകോൾ എന്ന് നമ്മൾ കൃത്യമായിട്ട് വൈസ് ഗൈ അല്ലെങ്കിൽ പ്രസിഡന്റുമാരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ആ പ്രോട്ടോകോൾ പ്രകാരം വേണം നമ്മൾ ആളുകളെ മീറ്റിംഗിൽ വിളിക്കാൻ. അതുപോലെ തന്നെ നമ്മൾ പ്രയറിന് വിളിച്ചു. പ്രയറിന് പ്ലേറ്റ് നാഷന് വേണ്ടി ആളെ വിളിക്കുന്ന ആള് ചിലപ്പോൾ കണ്ണാടി ഇല്ലാതെ വന്ന ആളായിരിക്കാം. അപ്പൊ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയാളോട് നേരത്തെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം. അയാളോട് നേരത്തെ സൂചിപ്പിക്കണം. മീറ്റിംഗ് തുടങ്ങുമ്പോൾ നിങ്ങൾക്കാണ് പ്രയറെന്ന് ഇത് പറയുന്ന ആളോട് നമ്മൾ സൂചിപ്പിച്ചു വെക്കണം. അപ്പം കണ്ണാടി ഇല്ലാതെ അങ്ങോട്ട് തപ്പി ലാസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ വായിക്കാനുള്ള ബുക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാകാതെ സ്മൂത്ത് ആയിട്ട് പോകുവാൻ ഏറ്റവും പ്രധാനമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് വൈസ് ഗൈ. അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തെ നിങ്ങളുടെ ക്ലബിനെ നിങ്ങളുടെ റീജിയനിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും നല്ല ഡിസ്ട്രിക്റ്റ് ആയി മാറ്റും. പ്ലീസ് റിമെമ്പർ, നിങ്ങൾ ഒരിക്കൽ മാത്രമേ പ്രസിഡന്റ് ആകുള്ളൂ. നെക്സ്റ്റ് ടൈം യു മേ നോട്ട് ഗെറ്റ് എ ചാൻസ് ടു ബിക്കം എ പ്രസിഡന്റ്. So make your year in this wisdom movement a goal which should be written in the golden books of your clubs. ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നെ വളരെ ക്ഷമയോടെ കേട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഇതിന് അവസരം തന്ന നമ്മുടെ റീജിയണൽ ഡയറക്ടർ CT റഫ്തായിക്കും എന്റെ അകമഴിഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. താങ്ക് യു വെരി മച്ച്.